ഇപ്പൊ എത്ര kg ആണെന്ന് അറിയോ നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്? അത് സർപ്രൈസ് ആയിട്ട് ഇരിക്കട്ടെ. സാരി പ്ലെയിൻ ആയിട്ട് ഫുൾ ഹാൻഡ് വർക്ക് ചെയ്തിട്ട് അത് എടുത്ത് നിൽക്കാനുള്ള ആള് ഞാനുണ്ടോന്നാണ് ഇപ്പൊ ആലോചിക്കുന്നത്. അപ്പൊ ആ സാരിയുടെ വെയിറ്റും പുള്ളിക്കാരെയും എടുത്ത് ഞാൻ പൊക്കണം. ഇനി ഞാനത് വെയിറ്റ് ചെയ്യണം പുള്ളിക്കാരി ആ ഒരു കംപ്ലീറ്റ് അറ്റയറിൽ ആ ഒരു കല്യാണ മണ്ഡപത്തിലേക്ക്. എനിക്കൊരു ഒതുങ്ങി കുറച്ച് കാമായിട്ടുള്ള ഒരു ലുക്ക് വേണമെന്നുണ്ടായിരുന്നു. സാരിയുടെ ബ്ലൗസിലാണെങ്കിലും രാധാകൃഷ്ണ, അതുപോലെ ബാക്കിലാണെങ്കിലും ഒരു കൃഷ്ണനും രാധയും ഊഞ്ഞാൽ ആടിക്കൊണ്ടിരിക്കുന്ന പോലെ. എന്താണ് ഈ ഡിസൈനിന്റെ പ്രത്യേകത? എന്താണ്? നമ്മള് എംബ്ലോഫ് പൗത്രപ്പെട്ട് സാരിയാണ് നമ്മള് സെക്കൻഡ് ലുക്കിന് അല്ലെ. അപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞാൽ ആദ്യമേ ഡിസ്കസ് ചെയ്തപ്പോ തന്നെ പേസ്റ്റലിൽ ഒരു വേണമെന്ന് നമ്മൾ ശരിക്കും ഒരുപാട് പേസ്റ്റലിനെ പറ്റി, പേസ്റ്റൽ ഗ്രീൻ വേണോ, പേസ്റ്റൽ പിങ്ക് വേണോ, അപ്പം പേസ്റ്റൽ പിങ്കിന്റെ ഏത് വേർഷൻ വന്നാലും ഹാനയുടെ ആ ഒരു കൈൻഡ് ഓഫ് ലുക്ക് വരും എന്നുള്ളതുകൊണ്ട് അവസാനം നമ്മൾ മാറി. അപ്പം അതിനകത്ത് ഐവറി വൈറ്റിലേക്ക് നമ്മൾ വന്നു. അവസാനം ഐവറി വൈറ്റ് അധികം ആരും അങ്ങനെ പട്ട് സാരിയിൽ നമ്മുടെ കേരളത്തിൽ അധികം ആരും അങ്ങനെ കണ്ടിട്ടില്ല എന്നുള്ള വിധത്തിൽ. അപ്പൊ അതിനകത്തും എന്നാ ഡിഫറൻസ് എന്ന് നോക്കി വന്നപ്പോഴത്തേനാണ് നമുക്ക് അതിനകത്തൊരു കോൺട്രാസ്റ്റ്. അപ്പം ഈ പറഞ്ഞതുപോലെ കോൺട്രാസ്റ്റിനകത്ത് സാധാരണ കാണുന്നതെന്ന് വെച്ചാൽ ഡാർക്കർ മെറൂൺ, റെഡ് അല്ലെങ്കിൽ ഗ്രീൻ ഒക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളൂ. അപ്പൊ അതിനകത്ത് പേസ്റ്റലിന്റെ ഒരു എലമെന്റ് കൊടുക്കാൻ തീരുമാനിച്ച് അതിനകത്ത് കോർവ് വീവ് ആണ്. അതായത് കോർവ് വീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് വീവ് ചെയ്തിട്ട് അവസാനം ഇത് തറയിൽ വെച്ച് ജോയിൻ ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് വീവ് ആണ് കോർവ് വീവ് എന്ന് പറയുന്നത്. അങ്ങനെ കോർവ് വീവിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്തേക്ക് കൊടുത്തിരിക്കുന്ന ത്രെഡ്സ് നമ്മൾ പ്യുവർ ഗോൾഡ് സെറി തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഗോൾഡ് സെറിയിൽ കളർ സെറിയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സ്പെഷ്യൽ വീവ് പാറ്റേൺ ആണ് നമ്മൾ ഇതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. ആദ്യമായിട്ടാണ് നമ്മൾ ആ ഒരു വീവ് പാറ്റേൺ ഇതുവരെ അധികം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. അതിനകത്ത് ഇപ്പം ബ്ലൗസ് വന്നിരിക്കുന്നത് നമുക്കൊരു പീച്ചിന്റെ ഒരു ഷെയ്ഡാണ്. ആ ഷെയ്ഡിന്റെ കളർ ഇതിൽ തന്നെയാണ് ഇതിൻ്റെയൊക്കെയുള്ള ബോർഡറും കൂടെ നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പം ആരതിയുടെ ഫസ്റ്റ് ലുക്ക് എന്ന് പറയുന്നത് ഓക്സിഡൈസ്ഡ് കോപ്പർ സെറിയിൽ ഒരു ചെറി റെഡ് കളറിലുള്ള, ചെറി റെഡ് അല്ലേ, നോർമലി വെഡിങ്ങിന് എല്ലാവരും ഒരു ഭയങ്കര ആ ഒരു സിൽക്ക്, ആ ഒരു ഭയങ്കരമായിട്ട് തിളങ്ങി നിൽക്കണ കസവോട് കൂടിയിട്ടുള്ളതാണ് ബ്രൈഡ്സ് നോർമലി എടുക്കാറുള്ളത്. അപ്പൊ എനിക്കൊരു ഒതുങ്ങി കുറച്ച് കാമായിട്ടുള്ള ഒരു ലുക്ക് വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ നമുക്ക് തന്നത് കറക്റ്റ് നമ്മൾ ആ ഒരു മിനിമൽ ആയിട്ടുള്ള ഒരു വർക്ക് വരുന്ന, ഒരു പ്രിന്റ് വരുന്ന വർക്കാണ് തന്നിട്ടുള്ളത്. ബേസ് കളർ നന്നായിട്ട് കാണുന്നത്. അതെ, എനിക്ക് റെഡ് എടുത്തറിയണം എന്നുള്ള ഒരു കൺസേൺ ഉണ്ടായിരുന്നു. കാരണം എനിക്ക് ആ ഒരു ടിപ്പിക്കൽ ലുക്കിൽ തന്നെ പോകണം എന്നുണ്ടായിരുന്നു. ഒരു റെഡ് പൊട്ട്, റെഡ് കുങ്കുമം, ആ ഒരു രീതിയിൽ പോകണം എന്നുണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു. ചേട്ടൻ അതിന്റെ എക്സ്ട്രീം ലെവലിലായിട്ട് തന്നെ ആ ഒരു കളറ് ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു കളർ തന്നെ സെലക്ട് ചെയ്ത് കൊണ്ടുവന്ന് തന്നു. പക്ഷെ അതിനേക്കാളും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ സാരി കൊണ്ടുവന്നതിന്റെ ഒരു ഇരട്ടി ഭംഗി ഞാനിപ്പോ കണ്ടു. ആ സാരി ആ ഒരു സാരിയുടെ ഒരു ഇരട്ടി ഭംഗിയിലേക്ക് നിങ്ങൾക്ക് അതാക്കാൻ പറ്റി എന്നുള്ളതാണ്. കാരണം എന്താ വെച്ചാൽ ആ ഹാൻഡ് വർക്കും കൂടെ ഒക്കെ വന്നപ്പോഴത്തേന് അതിന്റെ ആ ഒരു ലുക്ക് ശരിക്കും ഒരു നോർത്ത് ഇന്ത്യൻ ബ്രൈഡൽ ലുക്ക് ആണോ എന്ന് ചോദിച്ചാൽ ആ ഒരു കറക്റ്റ് നോർത്ത് ഇന്ത്യൻ നമ്മളൊരു ശരിക്കും ഞാൻ അത്രയും നന്നായിട്ട് എക്സ്പെക്ട് ചെയ്തില്ല. അത്രയും രസമായിട്ട് ആ വർക്കും കൂടെ വന്നപ്പോഴത്തേന് എനിവേ നമുക്ക് ആ കോമ്പിനേഷൻ എന്താന്ന് വെച്ചാല് എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. എങ്ങനെയായിരിക്കും ഇനി ഇത്, മീൻസ് നമുക്ക് കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ആണെങ്കിൽ പോലും നമ്മുടെ ഫംഗ്ഷൻ ആണല്ലോ, അപ്പൊ നമുക്കിത് എങ്ങനെയായിരിക്കും, എങ്ങനത്തെ ആയിരിക്കും എന്നൊക്കെ ഉള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ ചേട്ടൻ കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ എല്ലാ സാരീസും നമുക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ അതിൽ കുറച്ച് യൂണീക്കായിട്ട് നിൽക്കുന്ന 2 സാരീസാണ്. ഒന്ന് ഞാൻ ഈ പറഞ്ഞ പോലത്തെ റെഡ് സാരിയും പിന്നെ ഈ പറഞ്ഞ പേസ്റ്റൽ ഷെയ്ഡും. 2 ചേഞ്ചസ് ആണ് പോണേ. അത് രണ്ടും ഭയങ്കരമായിട്ട് എനിക്ക് ഫേവറേറ്റ് ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം നോർമലി എല്ലാവർക്കും ഇപ്പൊ ഏജ്ഡ് ആയിട്ടുള്ള കുറെ നമ്മൾ അമ്മമാര് അച്ഛന്മാര് പോലത്തെ ആൾക്കാർക്കൊക്കെ റെഡ് കണ്ട ഹായ് ഭയങ്കര ഇഷ്ടപ്പെടും. അപ്പൊ റെഡ് മാത്രമേ, പക്ഷെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ പേസ്റ്റൽ ഷെയ്ഡാണ് എല്ലാവർക്കും കുറച്ചും കൂടി ഇഷ്ടപ്പെട്ട, കുറച്ച് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ ഇത് രണ്ടും കൂടെ എനിക്ക് ഒരുമിച്ച് ആ 2 ഏറ്റവും ബെസ്റ്റ് ചേട്ടൻ തന്നു. പിന്നെ നമ്മുടെ പാർട്ട് എന്ന് പറയുന്നത് അതിന്റെ ബ്ലൗസിലെ ഹാൻഡ് വർക്ക്, സാരിയിലെ ഹാൻഡ് വർക്കാണ്. ഇത്രയും അടിപൊളിയായിട്ടുള്ള 2 സാരീസ് എനിക്ക് തന്നു കഴിഞ്ഞിട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും രീതിയിലുള്ള ഒരു മീൻസ് ഹാൻഡ് വർക്കിൽ ഒരു കുറവ് വരരുത് എന്നുള്ളൊരു നിർബന്ധം എനിക്കുണ്ടായിരുന്നു. അപ്പൊ ആ സാരി ഫുള്ളായിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ അവിടുന്ന് സാരി ബ്ലൗസും സാരി ഫുള്ളായിട്ട് നമ്മുടെ അവിടെ നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്തെടുത്തു. ഫുൾ സർദോസി വർക്കാണ് നമ്മൾ ചെയ്തത്. അതിലൊരു തീം വെച്ചിട്ടാണ് നമ്മൾ സാരി ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത്. സാരിയുടെ ബ്ലൗസിലാണെങ്കിലും രാധാകൃഷ്ണ, അതുപോലെ ബാക്കിലാണെങ്കിലും ഒരു കൃഷ്ണനും രാധയും ഊഞ്ഞാൽ ആടിക്കൊണ്ടിരിക്കുന്ന പോലെ രാധയ്ക്ക് ഹെയർ ഒക്കെ വെച്ചുകൊടുത്ത് പിൻ ചെയ്തിട്ടിട്ടാണ് നമ്മൾ ബ്ലൗസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് പേസ്റ്റൽ ഷെയ്ഡില്. പിന്നെ
റെഡ് സാരിയുടെ ബ്ലൗസിൽ നോർമലി വെഡിങ്ങിന്റെ പല്ലക്കിലൊക്കെ ബ്രൈഡിനെ കൊണ്ടുപോകും. അത് നോർമലി എല്ലാവരും ഉള്ളതാണ്. അത് എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ്. അതുകൊണ്ട് ഞാനും ഇതിലത് ഭയങ്കര വെറൈറ്റി ആയിട്ടല്ല ചൂസ് ചെയ്തത്. കുറച്ച് കോമൺ ആണെങ്കിൽ അത് എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് ആയ കാരണം കൊണ്ട് അതാണ് ഞാൻ ചൂസ് ചെയ്തത്. പിന്നെ സ്ലീവ്സിലും ഇത് ബോഡിയുള്ള വർക്കൊക്കെ ഭയങ്കര വെറൈറ്റി ഹാൻഡ് വർക്കാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അത് നമ്മളിവിടെ എല്ലാ കോമ്പിനേഷൻസും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടാണ് ഹാൻഡ് വർക്ക് ചെയ്തത്. സാരി ഫുള്ളായിട്ട് സർദോസി വർക്കും ക്രിസ്റ്റൽ സ്റ്റോൺസും. ഞാൻ ഇതിന് വേണ്ടി മാത്രം സൂറത്തിൽ പോയിട്ട് ഇറക്കിയ കുറേ മെറ്റീരിയൽസ് ഉണ്ട് അതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. കുറേ ക്രിസ്റ്റൽസും സർദോസി കട്ട് ബീഡ്സ് അല്ലാതെ കുറേ ക്രിസ്റ്റൽസിന്റെ കോമ്പിനേഷൻസ് വന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ സൂറത്ത് പോയി പർച്ചേസ് ചെയ്ത് ഈ ഒരു ഫംഗ്ഷന് വേണ്ടി മാത്രം കൊണ്ടുവന്നിട്ടുള്ളതാണ്. അതാണ് റെഡ് സാരിയിൽ ചെയ്തിട്ടുള്ളത്, പേസ്റ്റൽ ഷെയ്ഡിൽ ഇതും. അപ്പൊ ചേട്ടൻ എനിക്കിത് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എങ്ങനെയാണെന്ന് വെച്ചാൽ ആ തന്ന സാരിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അത്രയും ബെസ്റ്റ് സാരിയാണ് ചേട്ടന്റെ സൈഡിൽ നിന്ന് എനിക്ക് ഇങ്ങോട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിൽ എനിക്ക് വർക്ക് ചെയ്യാൻ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയി. കാരണം നമുക്ക് ചെയ്യുന്നത് ആസ്വദിച്ച് ചെയ്യാൻ പറ്റി. കാരണം അതിന്റെ കോമ്പിനേഷനൊക്കെ സെക്കൻഡ് സാരിയുടെ കോമ്പിനേഷൻ എവിടെയും കാണാത്തൊരു കോമ്പിനേഷനാണ് ചേട്ടൻ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ അതിൽ നമുക്കത് ചെയ്യാൻ ഭയങ്കരമായിട്ട് എന്താണ് സ്ട്രെസ്സും ഒന്നും ഉണ്ടായിരുന്നില്ല. അതിന് പറയുമ്പോൾ നമുക്ക് ഒരു അറിയാലോ എന്തായാലും നമ്മൾ പൊട്ടിക്ക് ഒരു സൈഡിൽ കസ്റ്റമറിന്റെ നടക്കുകയാണ്. എന്നാൽ പോലും ഇത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവമായ കാരണം കൊണ്ട് അത് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റും. ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല ഇത് വർക്ക് ആവില്ലേ എന്നുള്ള ഒരു ഡൗട്ട് പോലും ഉണ്ടായിരുന്നില്ല. ഉറപ്പാണ് ഇത് ചെയ്താൽ അടിപൊളിയായിരിക്കുന്ന ഉറപ്പായിരുന്നു. അതുപോലെ തന്നെ സക്സസ്ഫുള്ളി അത് കംപ്ലീറ്റ് ആയി കിട്ടി. എനിക്ക് ഇട്ട് നിന്നാ മതി. ശരിക്കും നമുക്ക് ഒബ്സർവ് ചെയ്യില്ല. നമുക്ക് നമ്മുടെ ആവശ്യത്തിന് ഒരു സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് ഒബ്സർവേഷൻ നമ്മൾ അവിടെ കുറെ സംഭവം നോക്കിയിട്ടുണ്ടാവും. അങ്ങനെ ഏതൊക്കെ ഐഡിയാസ് എവിടെ നോക്കി കിട്ടിയെന്നൊരു ഇത് പറയാം. അല്ല, ഇതില് ഐഡിയാസ് എന്ന് പറയുമ്പോൾ എനിക്കറിയാം സാരീസ് ആവുമ്പോൾ എംലോഫ്റ്റ് എന്ന് പറയുമ്പോൾ എനിക്കതിൽ ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. കാരണം ഞാൻ കുറച്ച് നാളായിട്ട് ഇങ്ങനെ അവരുടെ സാരി ഡൗട്ടുകൾ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ട കാരണം കൊണ്ട് തന്നെ സാരിയുടെ കാര്യത്തിലൊക്കെ എംലോഫ്റ്റിനെ കൊടുത്ത് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഞാനൊരു ഡിസൈനർ ആയ കാരണം കൊണ്ട് തന്നെ എൻ്റെ ഒരു പേഴ്സണൽ ബെനിഫിറ്റ് മാത്രം നോക്കി നിൽക്കുകയായിരുന്നുണ്ടെങ്കിൽ എനിക്ക് വെഡിങ്ങോട് കൂടെ പ്രത്യേകിച്ച് ഞാൻ സാരിയുടെ ഒരു സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാനും കൂടി വിചാരിക്കുന്ന സ്ഥിതിക്ക് എനിക്ക് എൻ്റെ വെഡിങ്ങോട് കൂടെ ലോഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാനത് ചേട്ടനത് ഏൽപ്പിച്ചത് എന്താണെന്ന് വെച്ചാൽ ഓക്കെ എൻ്റെ ഇതിൽ എനിക്ക് ഏറ്റവും ബെസ്റ്റ് വേണം. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം സാരീസ് ഈ കാഞ്ചീപുരം സിൽക്ക് സാരീസിൽ ഞാനൊരു ബിഗിനർ ആയിരിക്കും. അപ്പോൾ ചേട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫീൽഡിൽ നിന്ന് ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആവുമ്പോൾ എനിക്കത് കൊടുത്താൽ എനിക്ക് എന്നേക്കാൾ ട്രസ്റ്റ് സാരി സെലക്ഷനിൽ ചേട്ടനുള്ള കാരണം കൊണ്ടാണ് ഞാനത് കൊടുത്തത്. പിന്നെ ഹാൻഡ് വർക്കിന്റെ കാര്യത്തിൽ പിന്നെ നമ്മൾ കുറെ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പൊ പിന്നെ എനിക്ക് അതിന് വേണ്ടിയിട്ട് ചേട്ടന് അത് പിന്നെ എനിക്ക് ആഗ്രഹമായിരുന്നു എൻ്റെ സാരിയുടെ വർക്ക് എനിക്ക് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ സാരിയുടെ ഹാൻഡ് വർക്ക് നമ്മളവിടെ ചെയ്തു. നമ്മൾ ഈ ഒരു സ്റ്റോറി ലൈൻ വെച്ചിട്ടാണ് ഹാൻഡ് വർക്ക് മൊത്തം കൊടുത്തിരിക്കുന്നത്. അതാണ് ഞാൻ ഈ പറഞ്ഞ രാധാകൃഷ്ണ ആ ഒരു തീമിൽ നമ്മൾ സാരി മൊത്തം ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് മെറ്റീരിയൽസ് ഒക്കെ കുറച്ച് ഫ്രഷ് ആയിട്ട് നോർമലി കാണുന്നേക്കാളും ഫ്രഷ് ആയിട്ട് വേണമെന്നുള്ള കാരണം കൊണ്ടാണ് പുറത്ത് പോയി പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്നത്. അതാണ് എന്റെ പാർട്ട്. ബാക്കി ചേട്ടന്റെ പാട്ടുകൾ നമ്മൾ രണ്ടുപേരും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇത് സെറ്റ് ഇതിന്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ കല്യാണത്തിന് കൊടുക്കുന്ന സാരിയാണ്. അപ്പൊ ഞാനിങ്ങനെ ഒരുപാട് ഇങ്ങനെ ഒബ്സർവ് ചെയ്തപ്പം എനിക്ക് ആക്ച്വലി ഞാൻ ആ ബ്രോനെ ആദ്യം കോൺടാക്ട് ചെയ്തു. പിന്നെ പൊടിയായിട്ട് ഡിസ്കസ് ചെയ്തു. അങ്ങനെ അത് കണക്ട് ചെയ്തു. അപ്പൊ നിങ്ങൾ ഓൾറെഡി അറിയുന്ന ആൾക്കാരാണെങ്കിലും ഇങ്ങനെ ഒരു കല്യാണം റിലേറ്റഡ് ആയിട്ട് എനിക്കത് പുള്ളിക്കാരിക്ക് ഹാപ്പി അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു കാര്യം തന്നെ വേണമെന്നുണ്ടായിരുന്നു. അങ്ങനെ തന്നെയാണ് ഞാൻ ബ്രോ ആയിട്ട് ഡിസ്കസ് ചെയ്തത്. പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ഇതിനെ പറ്റി വലുതായിട്ട് സംസാരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കൗതുകമായിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്നുള്ളത് കേട്ടോണ്ടിരിക്കില്ല. പക്ഷെ സാരി സെലക്ട് ചെയ്തപ്പോൾ തന്നെ വ്യക്തമായ ഒരു ഇതുണ്ടായിരുന്നു, ഇത് മതി അല്ലെങ്കിൽ നമ്മളാണ് നമ്മൾ പറഞ്ഞപ്പോ ഇവര് പറഞ്ഞു ഇത് ആദ്യം ഞങ്ങൾക്ക്. പക്ഷെ നമ്മൾ ഫസ്റ്റ് വന്നപ്പോ ബാക്കി എല്ലാ സാരീസും ഇവർക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ ചൂസ് ചെയ്തപ്പോ നമ്മളാണ് ആദ്യം എന്ത് പറഞ്ഞ റെഡ് സാരി ഇത് മതി പറഞ്ഞത്. ഓർമ്മയില്ല ഇവര് വേറൊരു സംഭവം അത് എന്റെ ഓർമ്മ ശരിയാണ്. സെക്കൻഡ് സാരി ഇല്ലേ നമ്മുടെ പേസ്റ്റ് വന്നപ്പോഴത്തേന് അത് ഭയങ്കരമായിട്ട് റോബിന് ഇഷ്ടപ്പെട്ടു. റെഡ് സാരി വന്നപ്പോ വേറൊരു സാരി, പക്ഷെ നമ്മൾ കോൺഫിഡന്റ് ആയിരുന്നു അതല്ല ഇതാണ് വേണ്ടത് എന്നുള്ളത്. അതല്ല, റെഡ് സാരി വന്നപ്പം റെഡും പിന്നെ ഒരു ഓഫ് വൈറ്റ് മറ്റേ ഒരു സാൻഡൽ കളർ ഒരു സാരി ഉണ്ടായിരുന്നില്ലേ, 2 സാരീസ് ആയിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്ന. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് റെഡ് ഇഷ്ടപ്പെട്ടു, പക്ഷെ മറ്റേതായിരുന്നു നമ്മൾ കൺഫ്യൂഷൻ ആയിട്ടിരുന്നത്. അത് ഏതാണെന്ന് ഇവർക്ക് മനസ്സിലായില്ല. അപ്പൊ എന്തായാലും ഞാൻ പറയല്ലേ, എനിക്ക് പുള്ളിക്കാരിക്ക് ഹാപ്പി ആയിട്ട്, കാരണം കല്യാണ സാരി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരു ജീവിതത്തിൽ ഒരു പ്രാവശ്യം ഉള്ളൊരു കാര്യമാണ്. അപ്പം അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷനും ഹാപ്പിനെസ്സും പിന്നെ കൺവീനിയൻ്റ് ആയിട്ട് ചിലർ സാരി കൊടുത്തു കഴിഞ്ഞാൽ അതിൽ വർക്ക് ചെയ്യാനൊന്നും ചിലർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ അത് നിങ്ങൾ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ അത് ചെയ്തതും പിന്നെ നിങ്ങൾ മ്യൂച്വലി അത് ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്.
പിന്നെ ഇനി ഞാനത് വെയിറ്റ് ചെയ്യാണ് പുള്ളിക്കാരി ആ ഒരു കംപ്ലീറ്റ് അറ്റയറിൽ ആ ഒരു കല്യാണ മണ്ഡപത്തിലേക്ക് ഈവൻ നമ്മളും വെയിറ്റ് ചെയ്യാം. നമുക്കിപ്പോ ഈ പിള്ളേരൊക്കെ വളർന്ന് അങ്ങനത്തെ ഒരു സാധനങ്ങളല്ലോ ഇങ്ങനെ വെച്ചാൽ ആ ദിവസം കാണാനായിട്ട് ഞാനും വെയിറ്റ് ചെയ്യാം എങ്ങനെയായിരിക്കും വരിക എന്നുള്ളത്. എല്ലാം നന്നായി വരട്ടെ. താങ്ക് യു സോ മച്ച്. റോബിന്റെ അമ്മയും പെങ്ങളും ജസ്റ്റ് ശരിക്കും 1-2 സാരി എടുക്കാൻ വേണ്ടി മാത്രമേ, പക്ഷെ അവര് മുഴുവൻ സാരി എടുത്തിട്ടാ മുഴുവൻ ഫംഗ്ഷനുള്ള. ആക്ച്വലി സത്യം പറഞ്ഞാൽ ഞാൻ ബ്രോവിന്റെ അടുത്ത് ആദ്യം പറഞ്ഞു, ബ്രോ കുറച്ച് ഫോട്ടോസ് എനിക്ക് എന്ത് സെൻഡ് ചെയ്തതാ. ആദ്യം പറഞ്ഞു അവരുടെ ഐഡിയാസ് എന്തൊക്കെയാണെന്നുള്ളത് അയച്ചു പറഞ്ഞു, അത് അയച്ചു തന്നു. അതിനനുസരിച്ചുള്ള സാരീസ് ബ്രോ സെലക്ട് ചെയ്തപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു എന്തായാലും അവരെന്ത് ചെയ്യട്ടെ, ട്രിവാൻഡ്രത്ത് നിന്ന് നിങ്ങളുടെ ചങ്ങനാശ്ശേരി ഷോപ്പിൽ വന്ന് തന്നെ എന്ത് ചെയ്യട്ടെ സെലക്ട് ചെയ്തെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇത്ര ഫംഗ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് എല്ലാം അവിടെ നിന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാം അവിടെ നിന്ന് എടുത്തോ, ഓക്കെ, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ നോക്കാന്ന് പറഞ്ഞു. നോക്കിയപ്പോൾ ഫുൾ സാരിയും അല്ലെങ്കിൽ ഫുൾ അറ്റയറും അവർ ഈ ഫംഗ്ഷൻ എല്ലാത്തിനും ഇടുന്നത് അവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒന്നുപോലും അവർ വേറെ ഒരു സ്ഥലത്തുനിന്ന് വേണ്ടാന്നുള്ള ഒരു ചിന്ത വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് അവിടെ അത്രയും കളക്ഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഓരോരുത്തർ ഇഷ്ടം അനുസരിച്ചുള്ള അവരെ കൺസെപ്റ്റിലുള്ള സാധനങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുള്ളത് മനസ്സിലായി. പിന്നെ ഇപ്പൊ പുതിയ എന്തോ ഒരു ഷോപ്പിന്റെ ഗ്രൗണ്ട് ഫ്ലോർ എന്തൊക്കെ ഒരു റെഡ് ഒരു ആംബിയൻസിൽ വരുന്നതായിട്ട് കണ്ടു. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. നമ്മുടെ സാരി ഇപ്പൊ എത്ര kg ആണെന്ന് അറിയോ നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്? അത് സർപ്രൈസ് ആയിട്ട് ഇരിക്കട്ടെ. ഫുൾ സാരി പ്ലെയിൻ ആയിട്ട് ഫുൾ ഹാൻഡ് വർക്ക് ചെയ്തിട്ട് അത് എടുത്ത് നിൽക്കാനുള്ള ആള് ഞാനുണ്ടോന്നാണ് ഇപ്പൊ ആലോചിക്കുന്നത്. അത്രയും വെയിറ്റ് ആണ് സാരി, ഫുൾ ഹാൻഡ് വർക്ക്. അപ്പൊ ആ സാരിയുടെ വെയിറ്റും പുള്ളിക്കാരെയും എടുത്ത് ഞാൻ പൊക്കണം. ഈ ഒരു ഐഡിയ എവിടെ നിന്നായിരുന്നു? അതെ, ഇത് ഞാൻ ആദ്യമായിട്ട് കാണുന്ന പ്രോഗ്രാം. ഇത് എന്താണ് സംഭവം? ഇത് ഈ ഒരു കൺസെപ്റ്റ് എന്തുകൊണ്ട് യൂണിക് ആയിട്ട് കൊണ്ടുവന്നു? അതായത് ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മറ്റേ മന്ത്രകോടി ബോക്സ് ഇല്ലേ, മന്ത്രകോടി ബോക്സ് ഈസ് ബിഗ് കോമൺ, എല്ലായിടത്തും ഉള്ള ഒരു സാധനമാണ്. അപ്പം അതിനകത്തും ഞാൻ രണ്ടാമത്തെ മറ്റേ സാരി ഞാൻ അതിനകത്താണ് തന്നിരിക്കുന്നത്. ഇങ്ങനെ വലിച്ചാൽ ഈ പഴയ ഞങ്ങളുടെ കോട്ടയം ഭാഗത്തോട്ടൊക്കെ ഈ അമ്മച്ചിമാര് ഇങ്ങനത്തെ ഒരു പെട്ടി ഉണ്ടാവും, അതിങ്ങനെ ഇങ്ങനെ വലിച്ചു തുറക്കുമ്പോഴത്തേനായിരിക്കും അതിനകത്ത് സാരി ഇരിക്കുന്നത്. അതാണ് രണ്ടാമത്തെ ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത്. അത് അങ്ങനത്തെ ഒരു പെട്ടിയാണ് മറ്റേ സാരി തന്നിരിക്കുന്നത്. ഈ സാരി എന്ന് പറയുന്നത് നമുക്ക് റോൾ ചെയ്ത് വരണമല്ലോ. റോൾ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ഇതൊരു പെട്ടിക്കകത്ത് വെക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഇങ്ങനെ തേക്കിന്റെ തന്നെ ഒരു പെട്ടി എടുത്ത് അത് എൻഗ്രേവ് ചെയ്തെടുത്ത്. നല്ല വെയിറ്റ് ഉണ്ട്. അത് മാത്രമല്ല, കാരണം പവിത്രപ്പട്ടല്ലേ, അപ്പൊ അത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു വാല്യൂ ഉള്ള ഇതിനാ. അപ്പൊ എന്തായാലും ഈ എംലോഫ്റ്റിന്റെ പവിത്രപ്പട്ട് ഒരുപാട് പേർക്ക് ഇനി ഇതേപോലെ കൊണ്ട് കൊടുക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഐശ്വര്യമായി വരട്ടെ. എല്ലാരും ഹാപ്പി ആയിട്ട് അടിച്ചു പൊളിച്ച് ഐശ്വര്യമായിട്ട് എല്ലാരും രക്ഷപ്പെട്ടെ.